RT ഓഫീസ് ഇതല്ലേ? RT ഓഫീസ് ഇതാണല്ലോ. ലൈസൻസ് എല്ലാം കൊടുക്കുന്ന സ്ഥലം? ലൈസൻസ് കൊടുക്കുന്ന ഇവിടെ നിന്നാണ്. മുതലാളി നിങ്ങളാ? ഇതിന്റെ മുതലാളി? ഞാനിതിന്റെ ഓഫീസറാണ്. അല്ല, അപ്പൊ മുതലാളി ഇല്ലേ? ഇവിടെ ഇത് സർക്കാരാണ്, സർക്കാർ. അത് സർക്കാർ എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ ഉണ്ടോ? ഇവിടെ സ്ഥലത്തുണ്ട്, ആള് പുറത്താ? എവിടെയല്ലേ ഇവിടെ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ്. ഗവൺമെന്റ്? ആ, ഗവൺമെന്റ് എന്ന് കേട്ടില്ലേ? അത് കേട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രി കേട്ടില്ല? അതേപോലെ ഗവൺമെന്റ് നടത്തുന്ന സംഭവമാണ് ഇത് RT ഓഫീസ്. ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്ന സ്ഥലം ഇതന്നെയല്ലേ? ഇതിന് തന്നെയാണ് ലൈസൻസ് കൊടുക്കുന്ന സ്ഥലം. RT ഓഫീസ് ഇത് തന്നെയാണ്. അതെ അതെ അതെ. ഒരു മിനിറ്റ്. രാവിലെ തന്നെ ഒരു ശല്യം വലിയ കയറി വരും. എന്ത് ചെയ്യാനത്? ഹലോ, മുജീബല്ലേ? എന്റെ മീൻ തീർന്നാ? ഇല്ലടാ, എന്റെ തീർന്നില്ല. എന്റെ പോലീസ് പിടിച്ച്. ലൈസൻസ് ഇല്ല. എനിക്ക് ലൈസൻസ് ഉണ്ടാ? ഇല്ല. മറ്റേ സത്താറിനോ? സത്താറിനും ഇല്ല. റഫീഖിനുണ്ടോ? അയ്യേ, ഇവർക്ക് ആർക്ക് ലൈസൻസ് ഇല്ല? ഏട്ടാ വെറുതെ ഇതാകണോട്ടാ. പോലീസ് ഓടി അന്നെ പിടിച്ച് ഇപ്പൊ പിടിച്ച് അകത്ത് മീൻ വെക്കാൻ പറ്റില്ല, ഒന്നും വെക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ 1 മണിക്കൂർ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഓക്കെ. 1 2 3 4 സാറേ, ഒരു 4 ലൈസൻസ്. 4 ലൈസൻസ്. എന്താണ്? 4 ലൈസൻസ്. ആർക്കില്ല, നമ്മളെ കൂട്ടുകാർക്ക് ആർക്കും ലൈസൻസ് ഇല്ല. അതാണ്. ഇതെന്താ മാങ്ങ മേടിക്കാൻ വേണ്ടി ഇവിടെ 4 ലൈസൻസ് എടുത്ത് തരാൻ വേണ്ടിട്ട്? അല്ലേ, ലൈസൻസ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അല്ല, പോലീസ് പിടിച്ചിട്ട് പറഞ്ഞു RT ഓഫീസിൽ പോയ ലൈസൻസ് കിട്ടും. നിങ്ങൾ എന്ത് പറഞ്ഞാൽ പറഞ്ഞത്? ലൈസൻസ് കൊടുക്കാൻ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, മനസ്സിലായോ? പ്രൊസീജിയർ ഒന്നും തരാൻ പറ്റില്ല. എല്ലാം വലിയ വിലയായിരിക്കും. OCR മേടിച്ചാൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞതല്ല. അതായത് പരീക്ഷകളുണ്ട്, പരീക്ഷ പാസ്സാവണം. അയ്യോ, പരീക്ഷ പാസ്സാകുന്നുണ്ട് പിന്നെ മീൻ വെക്കാൻ പോകണം. കളക്ടർ ആയിക്കൂടെ? ഇവിടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ടെക്നിക്കലായിട്ട് അത് ഒരുപാട് സംഭവങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും ലൈസൻസ്. വെറുതെ തമാശകൾ. ഒരുപാട് ലൈസൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 4 എണ്ണെങ്കിലും ഓട്ടെ, അവർക്ക് വേണ്ട. അനക്കാന്ന് ഒറ്റൊന്ന് പോലീസ് പിടിച്ചിട്ടുള്ളത് വണ്ടി അതുകൊണ്ടല്ലേ? ഇവിടെ അങ്ങനെ നടക്കില്ല. അത് ഒരുപാട് സംഭവങ്ങൾ നടക്കില്ലെന്ന്. അതൊക്കെ പോട്ടെ, താൻ ഇതുവരെ എല്ലാം എടുത്തിട്ടുണ്ടോ? ഇല്ല, നമ്മളെ വാപ്പയാണ് ഇറച്ചിന്റെ ബിസിനസ്സാ. എല്ലാം കൂട്ടിയിട്ടാണ് ഇറച്ചി ഇങ്ങനെ കൊടുക്കല്. നമ്മളെ മീനിന്റെ ബിസിനസ് അല്ലേ? മീന് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടോന്ന് പിന്നെയും പരീക്ഷന്റെ കാര്യം പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നു. തമാശ. ലേണിംഗ് ടെസ്റ്റ് ചെയ്ത് പാസ്സാവണം, എന്നാൽ ലൈസൻസ് എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. എന്ത് കഷ്ടാണ്. തനിക്ക് 8 വരക്കാനറിയോ? നമ്മള് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 8 അല്ലേ? 8. അങ്ങനെയല്ല, H വരക്കണം. H ഇംഗ്ലീഷിൽ എച്ചാ? അത് ഹൻസിന്റെ പോലുള്ള എച്ചല്ലേ? അതല്ലേ, അത് നമ്മൾ വെക്കുന്ന സാധനം. ഇവിടെ കൈ കൊണ്ട് വരക്കാനല്ല, ഈ വണ്ടി കൊണ്ട് 8ഉം Hഉം വരച്ച് കാണിക്കണം, എന്നാലും നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റൂ. എല്ലാം നമ്മളതൊക്കെ പോകുന്ന തന്നെയാണ്. മീനും കൊണ്ട് പോകുന്നില്ല, എങ്ങനെയൊക്കെ വരക്കേണ്ടി വരൂ. അത് ലൈസൻസ് പോകേണ്ടത് അല്ല. എടോ, ഇത് ഒരുപാട് ചിഹ്നങ്ങളുണ്ട് ഇതിന്. ട്രാഫിക് ചിഹ്നങ്ങൾ. അതൊക്കെ അറിയാം. അരിവാൾ ചുറ്റിക നക്ഷത്രം, അതാണ് നമ്മുടെ കൈയടയാളം. എടോ, അത് ആ ചിഹ്നങ്ങളല്ല, ട്രാഫിക് ചിഹ്നങ്ങൾ. ട്രാഫിക് ചിഹ്നങ്ങൾ അറിയാം എനിക്ക്. അത് ചെയ്യണം. അതെ, കോഡുകൾ, ട്രാഫിക് കോഡുകൾ. കോഡുകൾ നിങ്ങൾ നമ്മളെ പഠിപ്പിക്കണ്ട. നമുക്ക് ഒരുപാട് കോഡുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ ഏതാ വേണ്ടത് വെച്ചാൽ. ഞാൻ നോക്കാം. കോഡ് അറിയാതെ നോക്കാം. ഓക്കെ, കാണിക്കാം കേട്ടോ. ഓരോ ചിഹ്നങ്ങൾ ഞാൻ കാണിക്കാം. കറക്റ്റ് പറയാം. ഇങ്ങനെ കാണിച്ചാൽ എന്താണ്? പടക്ക് നൈലിയുണ്ട്. അപ്പൊ ഇങ്ങനെ കാണിച്ചാലോ? 1 ന് 5 റുപ്യ. അപ്പൊ ഇങ്ങനെ കാണിച്ചാലോ? വേഗം വന്നല്ലേ തീർന്നു. അപ്പൊ ഇങ്ങനെ കാണിച്ചാലോ? തടവില്ല, റൊക്കം. ഇവിടെ ഒരു കാര്യം ചെയ്യും. ഇവിടെ തനിക്ക് ഈ റോഡ് നിയമങ്ങളൊക്കെ അറിയോ? റോഡ് നിയമങ്ങളോ? റോഡ് നിയമങ്ങളൊക്കെ അറിയാം. അറിയോ? വണ്ടി എടുത്ത് പോകുമ്പോൾ പല റോഡ് നിയമങ്ങളും അതല്ലുണ്ടല്ലോ. അത് ഞാൻ ചോദിക്കാം. അത് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ നോക്കാം, തരാൻ പറ്റുമോ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്റെ ലൈസൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതാടെ വെച്ചിട്ട് എന്താ കാര്യം? ലൈസൻസ് എവിടെയുണ്ട്? പിന്നെ പോലീസുകാരെ പറഞ്ഞല്ലോ RT ഓഫീസിൽ വന്ന ലൈസൻസ് കിട്ടുമെന്ന്. ഇവിടെ ഞാൻ ലൈസൻസ് പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ നല്ല ലൈസൻസ്. അത് നിങ്ങൾ നിയമങ്ങൾ പറഞ്ഞാൽ എന്താ നോക്കട്ടെ. ഞാൻ കുറച്ച് റോഡ് നിയമങ്ങൾ ആൻസർ പറയാൻ ഞാൻ പറഞ്ഞു തരാം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്കൂൾ കോളേജ് പരിസരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി സ്ലോ ചെയ്യുന്നത്? പെൺകുട്ടികളെ കാണാൻ വേണ്ടിട്ട്. എല്ലാ വണ്ടി അടുത്ത സ്ലോ ആക്കിയിട്ട് പോകും, ആംബുലൻസ് വരെ. അതുപോലെ നെക്സ്റ്റ് ചോദിക്കാം. അതായത് നമ്മളെ റോഡുകളിൽ ഈ ഹമ്പ് വെച്ച് പിടിപ്പിക്കുന്ന എവിടെയാണ്? വർക്ക്ഷോപ്പിന് മുമ്പിൽ. ലീസ് പൊട്ടിക്കാൻ പാടില്ലേ? അവരെന്നല്ലേ ഈ ഹമ്പ് തേച്ച് ഉണ്ടാക്കുന്നത്, പിന്നെ നമ്മളാ? അതുകൊണ്ടല്ലേ പ്രശ്നം. അതുപോലെ നെക്സ്റ്റ് ചോദിക്കാം. അതായത് ഈ ഹോസ്റ്റൽ പരിസരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഹോൺ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഹോൺ അടിച്ച നേഴ്സുമാർ എപ്പ തലയിലായെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് അടിക്കാൻ പറ്റുന്നത്. എത്ര ഡ്രൈവർമാർ നമ്മളെ സുഹൃത്തുക്കൾ കെട്ടിയിട്ടുള്ളത്? ലൈസൻസ് തമാശല്ലേ. നെക്സ്റ്റ് ചോദിക്കാം. ഈ റോഡിൽ മഞ്ഞ വരക്കാനുള്ള കാരണം എന്താണ്? അതന്നെ ഞാൻ ചോദിക്കുന്നത്. എല്ലാ സ്ഥലത്തും മഞ്ഞ വര ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. പിന്നെ സീബ്ര മറ്റേതെന്ന് പറഞ്ഞു ഇത് കൂടെ പോകാൻ പറ്റണ്ടേ? എന്താണ് മാർക്കറ്റ് നീ വിൽക്കാൻ വന്നത്? RT ഓഫീസാണ്, ഗവൺമെന്റ് ഓഫീസാണിത്. ഇവിടെ ആൽബണ്ടാക്കുന്നത് എന്താണത്? ഇവനാള് കൊള്ളാലെ വന്നിട്ട് രാവിലെ തന്നെ വന്നിട്ട് ആൾക്കാരാ. ഏതാ തന്നെ വണ്ടി? വെസ്പിയോ?
ഇവിടെ വെസ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എന്താണ് വെസ്പി എന്നൊക്കെ പറഞ്ഞ വണ്ടി? ആദ്യം ഇത് വെസ്റ്റ് തന്നെയാനു. ആ. ഇത് ആ മതിലിനോടായിട്ട് ഇടിച്ചരോ അതിന്റെ മുമ്പാകം പി എന്ന് പറഞ്ഞിട്ട് വളഞ്ഞു. അത് മുതൽ വെസ്റ്റ്. ഞാൻ തന്നോട് വേറൊരു ചോദ്യം ചോദിക്കാം. ആ. അതിന് കറക്റ്റ് ആൻസർ താൻ പറയോ? പറയാം, അത് പറയാം. പറയോ? ആ. തന്റെ ബുദ്ധി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ 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 ആ. ഓക്കെ. വയനാട് ചുരം. വയനാട് ചുരം. ആ. വയനാട് ചുരത്തിന്റെ ഒരു സൈഡില് ഹൊക്ക. നിങ്ങളിപ്പം വയനാട് പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടാണ്. ആ. വയനാട് ചുരത്തിന്റെ ഒരു സൈഡ് മാത്രമല്ല കൊക്ക, രണ്ട് സൈഡും കൊക്കയാണ്. ഇവിടെ സങ്കല്പമാണ്, സങ്കല്പിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ താൻ സങ്കല്പിക്കുക. ആ, സങ്കല്പിക്കുക. മനസ്സിലായോ? ഓക്കേ. വയനാട് ചുരം, അതായത് ചുരത്തിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹൊക്ക. രണ്ട് കൊക്ക. താൻ തന്റെ വണ്ടിയുമായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാ വണ്ടി? ഏ? ഏതാ വണ്ടി? അംബാസഡർ കാർ എടുത്തോ. അതിന് ഏതായാലും സങ്കല്പല്ലേ? അതെ. സ്കോർപിയോ തന്നെ ആയിക്കോട്ടെ. സ്കോർപിയോ എങ്കിൽ സ്കോർപിയോ. ആ. താൻ തന്നെ സ്കോർപിയോമായിട്ട് ഈ ചുരം വളരെ സ്പീഡിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ. അങ്ങനെ ഒന്നാം വളവെത്തി, ആ. രണ്ടാം വളവെത്തി, ആ. മൂന്നാം വളവെത്തിയപ്പോ പെട്ടെന്ന് തന്റെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പോയി. ഈ സമയത്ത് ബുദ്ധി ഉപയോഗിച്ച് താൻ എന്ത് ചെയ്യും? ലൈസൻസ് തരില്ലേ? ആൻസർ പറ. കള്ളം തരില്ലേ? ആൻസർ പറ. വയനാട് ചുരം. വയനാട് ചുരം രണ്ട് സൈഡിലും കൊക്ക. ഹൊക്ക. വളരെ സ്പീഡിൽ എന്റെ കാർ അങ്ങനെ പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം വളവെത്തി. മൂന്നാം വളവെത്തി, എന്റെ കാറിന്റെ ബ്രേക്ക് പോയി. ബ്രേക്ക് പോയി. അപ്പൊ തന്നെ ഞാൻ അവിടെ സൈഡാക്കി ബ്രേക്ക് അവിടെ അവിടെ നിർത്തും. ഇവിടെ ബ്രേക്ക് പോയാൽ നിങ്ങൾ ഇത്തിരി സ്പീഡിൽ വരുന്ന വണ്ടി സൈഡാക്കാൻ എങ്ങനെ സൈഡാക്കാം? അതാവില്ലല്ലേ? സൈഡാകൂല. ബ്രേക്കിൽ വളരെ സ്പീഡിൽ വന്നോണ്ടിരിക്കുകയാണ് വണ്ടി. ബ്രേക്ക് പോയല്ലേ? ആ, ബ്രേക്ക് പോയി കിടക്കല്ലേ? അത് ശരിയാ. അതേപോലെ വയനാട് ചുരം. വയനാട് ചുരം വളരെ സ്പീഡിൽ എന്റെ കാർ ഇങ്ങനെ പോവുകയാണ്. ആ. രണ്ട് സൈഡിൽ കൊക്ക. ആ. ഒന്നാം വളവ് കഴിഞ്ഞു, ആ. രണ്ടാം വളവ് കഴിഞ്ഞു, ആ. മൂന്നാം വളവ് കഴിഞ്ഞു, ആ. ബ്രേക്ക് പോയി. അപ്പൊ സാറെന്ത് ചെയ്യും? ഞാനാ? ആ. ഇവിടെ എനിക്കാണ് ലൈസൻസ് കൊണ്ട് തനിക്കാണോ? ഇവിടെ തന്റെ ബുദ്ധി എനിക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. താൻ പറ. ഞാൻ നീ പറഞ്ഞല്ലേ. എന്നാ പറയണം? അപ്പൊ വയനാട് ചുരം ഇങ്ങനെ സ്പീഡിൽ വണ്ടി പോവാണ്. ആ. ഒന്നാം വളവ് കഴിഞ്ഞു, ആ. രണ്ടാം വളവ് കഴിഞ്ഞു, ആ. മൂന്നാം വളവ് കഴിഞ്ഞു. ആ. എന്റെ വണ്ടീന്റെ ബ്രേക്ക് അങ്ങ് പോയി. പോയി. എന്റെ വണ്ടീന്റെ ബ്രേക്ക് വന്നു. ഇവിടെ ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണ് ബ്രേക്ക് വരുന്നത്? അപ്പൊ ഈ ബ്രേക്ക് പോയ നിങ്ങളെ സങ്കല്പല്ലേ? ആ. എന്നാ ബ്രേക്ക് വന്നതായിട്ട് സങ്കല്പിച്ചോളി.